ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ് മലയാളം ആക്ടിവിറ്റി ബുക്കിലെ യൂണിറ്റ് 2 നന്നായി ഉണ്ണാൻ. ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രവർത്തനം 1. എഴുതി നോക്കാം. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. നമുക്ക് ആഹാരം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ്. എന്തെല്ലാം കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? എഴുതി നോക്കാം. എഴുതി നോക്കിയാലോ? നെല്ല്, മത്തൻ, പച്ചമുളക്, വെണ്ടയ്ക്ക, പാവയ്ക്ക, വഴുതന, ചേന, കുമ്പളങ്ങ, പയർ, കോവയ്ക്ക, തക്കാളി, വാഴ, കാബേജ്, ചീര, ചേമ്പ്, മരച്ചീനി, ഇങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം 2 വായിക്കാം. ഇതിൽ നിങ്ങൾക്ക് കലപ്പ എന്ന കൃഷി ഉപകരണത്തെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കലപ്പ ഉപയോഗിച്ച് കാളകളെയും ഉപയോഗിച്ച് ഒരാൾ കൃഷി ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. കൃഷി ചെയ്യാൻ വേണ്ടി നിലമൊരുക്കുന്നതിനാണ് കലപ്പ ഉപയോഗിക്കുന്നത്. ഞാൻ കലപ്പ. കൂട്ടുകാരെ, ഞാനാണ് കലപ്പ. കൃഷി ചെയ്യാൻ നിലം ഒരുക്കണ്ടേ? മണ്ണ് നന്നായി ഇളക്കി മറിച്ചാണ് നിലമൊരുക്കുന്നത്. അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എൻ്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും. കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരുമൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോകും. കാലം മാറി. യന്ത്രങ്ങൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടാതായി. ഈ കലപ്പയ്ക്ക് പകരം വന്ന യന്ത്രം ഏതാണ്? ട്രാക്ടർ അല്ലേ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. കടങ്കഥ നിർമ്മിക്കാം. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, കാരറ്റ്. ഇവയ്ക്ക് ചേരുന്ന വാചകങ്ങൾ കൊണ്ട് നമുക്ക് ഇതിനൊരു കടങ്കഥ ഉണ്ടാക്കാം. തക്കാളി: ഞാൻ ചുവന്നതാണ്. ഞാൻ ഉരുണ്ടതാണ്. എൻ്റെ സ്വാദ് പുളിയാണ്. ഞാൻ ഒരു പച്ചക്കറിയാണ്. ഞാൻ ആരെന്ന് പറയാമോ? ആരാണ്? തക്കാളി. അടുത്തത്, ഞാൻ പച്ച നിറത്തിലാണ്. ഞാൻ നീളത്തിലാണ്. എൻ്റെ സ്വാദ് എരിവാണ്. ഞാൻ ഒരു പച്ചക്കറിയാണ്. ഞാൻ ആരെന്ന് പറയാമോ? പച്ചമുളക്. അടുത്തത്, ഞാൻ ഓറഞ്ച് നിറത്തിലാണ്. ഞാൻ നീളത്തിലാണ്. എൻ്റെ സ്വാദ് മധുരമാണ്. ഞാൻ ഒരു പച്ചക്കറിയാണ്. ഞാൻ ആരെന്ന് പറയാമോ? അതാണ് കാരറ്റ്. അടുത്ത പ്രവർത്തനം 4 കൃഷിയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? കൃഷിയുടെ ഘട്ടങ്ങൾ കണ്ടെത്തി എഴുതാം. 1 നിലമൊരുക്കൽ, 2 വിത്ത് വിതയ്ക്കൽ, 3 വെള്ളം നനയ്ക്കൽ, 4 വളം ചേർക്കൽ, 5 കള പറിക്കൽ, 6 വിളവെടുക്കൽ. ഇത്രയും ഘട്ടങ്ങളാണ് കൃഷിക്ക് ഉള്ളത്. ഇനി പ്രവർത്തനം 5 കൃഷിപ്പണിയല്ലാതെ വേറെ ഏതെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്? അന്വേഷിച്ച് കണ്ടെത്താം. ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. കറണ്ട് ലൈനുമ കയറി പണിയെടുക്കുന്ന ആളാണ്. അയാൾക്ക് പറയുന്ന പേരാണ് ആ ജോലിക്ക് പറയുന്ന പേരാണ് ലൈൻമാൻ. ഫയർഫോഴ്സ്, പോസ്റ്റ്മാൻ, ചെരുപ്പുകുത്തി, ഡ്രൈവർ, ഫോട്ടോഗ്രാഫർ, ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് എഴുതി നോക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ ജോലികളുണ്ട് അല്ലേ. ടീച്ചർ, ഡോക്ടർ, ഡ്രൈവർ, ടൈലർ, നേഴ്സ്, ഫോട്ടോഗ്രാഫർ, പോസ്റ്റ്മാൻ, പോലീസ്, ക്ലർക്ക്, കളക്ടർ, ഫയർഫോഴ്സ്, മരപ്പണി, സ്വർണ്ണപ്പണി, പ്യൂൺ, പട്ടാളം, സെക്യൂരിറ്റി, ലൈൻമാൻ, ചെരുപ്പുകുത്തി, ഇനിയും ഒരുപാട് ജോലികൾ
നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതെല്ലാം നോട്ട് പുസ്തകത്തിൽ എഴുതുക. അടുത്തത് പ്രവർത്തനം 6, നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വരച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട് അല്ലേ? ഓരോ ഭാഗത്തായിട്ട് ആനകൾ തമ്മിൽ സംസാരിക്കുന്നത്, ഇവർ കൃഷി ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ? ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഈ ഭാഗത്ത് ഇവിടെ ഈ പേജിൽ വരച്ചു നോക്കുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് നന്നായി ഉണ്ണാൻ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റി ബുക്കിൽ ഉള്ളത്. ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.